ചില വീടുകളിൽ അല്ലാഹുവിന്റെ മാലാഖമാര് പ്രകാശവുമായി കടന്നു വരൂല. നമുക്കാദ്യം അത് പഠിച്ചാലോ, ഏത് വീട്ടിലാണ് അങ്ങനെ അള്ളാന്റെ പ്രകാശം ഉണ്ടാകാത്തതെന്ന് പഠിച്ചാലോ, എന്നിട്ട് അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ രീതിയെ നമുക്ക് മാറ്റിയാലോ. അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഇന്നൽ മലായികത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിമിൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബബന്ധം മുറിച്ചു കളയുന്ന, കുടുംബബന്ധം ചേർക്കാത്ത ഏതെങ്കിലും ആളുകൾ താമസിക്കുന്ന വീടുണ്ടോ, ആ വീടിന്റെ അകത്ത് ബറക്കത്തില്ലെന്ന്, ആ വീടിന്റെ അകത്ത് റഹ്മത്തില്ലെന്ന്, ആ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാരിറങ്ങൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. കുഞ്ഞിപ്പള്ളിയുടെ മനോഹരമായ ഗ്രൗണ്ടിൽ വന്ന പ്രിയപ്പെട്ടവരെ, സൈനുദ്ദീൻ മഖ്ദൂർ റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തത്തിന്റെ കാറ്റടിക്കുന്ന ആ മനോഹരമായ പള്ളിയുടെ മുറ്റത്ത് മാഹിയിലെ പൂടിയിൽ പള്ളിയെ മനസ്സിൽ കരുതി വന്ന പതിനായിരങ്ങളോട് പറയാണ്, നമ്മുടെ വീട്ടിന്റെ അകത്ത് പ്രകാശമുണ്ടാകാത്തതെന്തുകൊണ്ടാ, നമ്മുടെ വീട്ടിന്റെ അകത്ത് ബറക്കത്തുണ്ടാകാത്തതെന്തുകൊണ്ടാ, നമ്മുടെ വീട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രകാശത്തിന്റെ വീടാകാത്തതെന്തുകൊണ്ടാ. നിന്റെ ഭർത്താവ്, നിന്റെ ഉമ്മയുമായി, ഭർത്താവിന്റെ ഉമ്മയുമായി ഭർത്താവ് പിണങ്ങിക്കഴിയുന്നത് കൊണ്ടാണ്, ഉമ്മാടെ കുടുംബവുമായി പിണങ്ങിക്കഴിയുന്നത് കൊണ്ടാണ്, വാപ്പയുടെ കുടുംബവുമായി പിണങ്ങിക്കഴിയുന്നത് കൊണ്ടാണ്. എനിക്ക് ഞാൻ മതി, എന്റെ ഭാര്യ മതി, എന്റെ മക്കൾ മതി, അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ വേണ്ടെന്ന് ശാഠ്യം പിടിക്കുന്നവര് പുന്നാര ഹബീബ് പറയുന്നു, വേണ്ട. അങ്ങനെ ഒരു ശാഠ്യം നിങ്ങൾ പിടിച്ചാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ വീടിന്റെ പ്രഭയാണ്, നിങ്ങളുടെ നന്മയാണ്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. എത്രയോ ആളുകളുണ്ട് നിസ്കാരത്തഴമ്പുണ്ടാവും, ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ഹജ്ജിന് പോയിട്ടുണ്ടാവും, പക്ഷേ കുടുംബത്തിൽ പലരുമായിട്ടും പിണക്കമാണ്. ആർക്കു വേണ്ടിയാണ് ഈ ഉണ്ടാക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ കഅബാലയത്തിൽ പോയി തവാഫ് ചെയ്യണേ? കാലിന്റെ തുട പൊട്ടുന്നത് വരെ 10ഉം 15ഉം ഉംറയാണ് 15 ദിവസം കൊണ്ട് ചെയ്യുക. ആർക്കു വേണ്ടി? കുടുംബത്തിൽപ്പെട്ടവരോട് പിണങ്ങിയിട്ട് ഇങ്ങനെ കുറെ വിലത്തരം കാണിച്ചിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവോ? ഒന്നും ഉണ്ടാവൂല പടച്ചോന്റെ ലോകത്ത്. നിന്റെ തഴമ്പ് കണ്ടെന്ന് പറഞ്ഞ അള്ള മയങ്ങാനെന്ന് ഇതിനേക്കാളും വലിയ തഴമ്പ് പടച്ചോ എന്നും കാണുക. കുടുംബത്തിൽപ്പെട്ട സർവരോടും പിണക്കമാണ്, പക്ഷേ 10 വിരലിലും തസ്ബീഹ് കുത്തിക്കൊണ്ടാണ് താത്ത നടക്കുക. ആരെ കാണിക്കുക? നീ തന്നെ ഭർത്താവിനെ തിരിവെച്ച് ഭർത്താവിന്റെ ഉമ്മയുമായിട്ട് നീ ഭർത്താവിനെ പിണക്കിയില്ലേ? എന്നിട്ട് ജുബാനല്ല, ആർക്ക് ജുബാനല്ല? പിന്നെ താത്തമാര് പറയും, മഗ്‌രിബിന് ഞാൻ നിസ്കാരപ്പായി കയറിയ അർറഹ്മാനും വാക്കിയം തവാറക്കല്ലദീ ഓതിയിട്ടേ ഞാൻ എഴുന്നേക്കും. ആർക്ക് ബോധ്യപ്പെടുത്താൻ? നീ നിന്റെ വീട്ടിനകത്ത് കാണിക്കുന്ന ഫിത്തിന, നിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഇപ്പൊ എല്ലാവർക്കും കുറെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, കുടുംബം വിളയിൽ വീട് വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നെന്താണ് റസാന മനസ്സിൽ വാട്സപ്പ് ഗ്രൂപ്പ്, മറ്റേ വീട് വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അറാമായവരും, കല്യാണം കഴിക്കാൻ അറാമായവരും, അല്ലാത്തവരും, പ്രസവിച്ചവരും പ്രസവിക്കാത്തവരും, കാക്കാട മോനും കൊച്ചാപ്പാട മോനും എല്ലാവരും ഉണ്ടാവും ഒരു ഗ്രൂപ്പിനകത്ത്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ സെൽഫി എടുക്കണം, അതെടുത്ത് അതിനകത്ത് പോസ്റ്റ് ചെയ്യണു. നീ എവിടെയാടാ? ഞാൻ കുഞ്ഞിപ്പള്ളിയിലാടാ. ഓ ഞാൻ തലശ്ശേരിയിലാടാ. അങ്ങനെ അങ്ങോട്ട് വർത്താനം പറയാ. ഇതിനകത്ത് എന്തൊക്കെയോ ഫിത്തിന നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എത്ര ഫിത്തിന ഉണ്ടാക്കുന്നുണ്ട്? വളരെ ശ്രദ്ധിക്കണം. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിം ഒന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. വളരെ ശ്രദ്ധിക്കണം. ചെറിയ കാര്യമല്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പടച്ചോനെ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാക്കി തരണേ അല്ലാ. കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവരുടെ വീട്ടിൽ ഒരു പ്രഭയും ഒരു പ്രകാശം ഉണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണയിട്ട് ഞാൻ പറയാണ്, ഖബറിൽ നമുക്ക് സന്തോഷത്തോടെ കിടക്കാൻ പറ്റില്ല. എന്ത് വില കൊടുത്തു കുടുംബത്തിൽ പിണങ്ങിയിരിക്കുന്നവരോട് പോയി അസ്സലാമു അലൈക്കും പറഞ്ഞ് ഇണങ്ങിയേ പറ്റും. സംഘടനയുടെ പേരിലാകട്ടെ, രാഷ്ട്രീയത്തിന്റെ പേരിലാകട്ടെ, കുടുംബ വഴക്കിന്റെ പേരിലാകട്ടെ മാറണം. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ എഴുന്നേറ്റ് പ്രഭാഷണത്തിന് വേണ്ടി നിന്നു. മദീനത്ത് നാളെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ സഹാബികളൊക്കെ വലിയ ആവേശത്തിലാണ് സുബഹിക്ക് വന്നത്. അല്ലാഹുവിന്റെ റസൂൽ സുബഹിക്ക് എഴുന്നേറ്റ് നിന്നിട്ട് പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ടൊരു ദുആ ഉണ്ട്, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ടൊരു ദുആ ഉണ്ട്. സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതുകൊണ്ട് കുടുംബത്തിൽ പിണങ്ങിക്കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുആഇന് മുമ്പ് എന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. അവരിരിക്കുന്ന സദസ്സിന്റെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ ഒരു പ്രിയപ്പെട്ട സ്വഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഉമ്മയുടെ അനുജത്തിയുമായിട്ട് ഞാൻ പിണക്കത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെട്ടെന്ന് പുറത്തിറങ്ങുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് വീട്ടിലേക്ക് ഓടുകയാണ്.
ക്ലാസ്സിന് വരുന്ന സഹാബത്ത് ചോദിക്കുന്നു, നീ എവിടെയാണ് ഈ ഓടുന്നത്? നീ എവിടെയാണ് ഈ ഓടുന്നത്? നീ എവിടെയാണ് ഈ പോകുന്നത്? കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് അല്ലാഹു ഭാഗ്യം തന്നില്ല. എന്നെ അല്ലാഹുവിന്റെ റസൂൽ ഓടിച്ചു വിട്ടിരിക്കുകയാണ്. പോയിട്ട് പിണങ്ങിയിരിക്കുന്നവരോട് സലാം പറഞ്ഞ് ഇണക്കം നടത്തിയതിന്, പിണക്കം തീർത്തതിന് ശേഷമാണ് പുന്നാര ഹബീബിന്റെ സദസ്സിലേക്കും മടങ്ങി വന്നത്. അത്രക്ക് മോശമാണ്, അത്രക്ക് വൃത്തികെട്ട സ്വഭാവമാണ്. ആരും ആരോടും പിണങ്ങല്ലേ. എന്തിനാണ് ഈ പിണക്കം നിങ്ങൾ അനുഭവിക്കുന്നത്? കേരളം മുഴുവനും ജലപ്രളയം വന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാക്കണയെന്ന ദ്വാരെന്ന സ്നേഹത്തിന്റെ മനസ്സൊക്കെ ഇന്നിവിടെ പോയി. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. പുന്നാര ഹബീബ് പറയുകയാണ്, മൻ സറഹു അയ്യബ്സുത ലഹു ഫി റിസ്ഖി. ആർക്കെങ്കിലും ഭക്ഷണത്തിൽ വിശാലത വേണമോ, നല്ല സാമ്പത്തികം വേണമോ, വയുൻസഉ ലഹു ഫി അസരിഹി. ആർക്കെങ്കിലും അവരുടെ ആയുസ്സിൽ ബറക്കത്ത് വേണമോ, ദീർഘായുസ് വേണമോ, പെട്ടെന്ന് മരിച്ചു പോകാതെ ആയുസ്സോടുകൂടി ഇങ്ങനെ ജീവിച്ചിരിക്കണമോ, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, വേണം നബിയേ. നല്ല ഭക്ഷണവും നല്ല ആയുസ്സും ആർക്ക് വേണമെന്ന് ചോദിക്കുമ്പോ സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൽയസ്ൽ റഹിമ, എന്നാ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണേ.